ഏകദന്തായ ധീമഹി തന്നോ ദന്തിൽ പ്രചോദയാത് ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തിൽ പ്രചോദയാത് ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തിൽ പ്രചോദയാത്. യജ്ഞത്തെക്കുറിച്ചും ഈ ശാലയെക്കുറിച്ചും യാഗയജമാനന്റെ 2 വാക്കുകൾ നമ്മൾ കേൾക്കണം. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ഗുരുവിനെ അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓം ശ്രീ വസിഷ്ഠ ഗുരുദേവായ നമോ നമഃ. ഓം തത്പുരുഷായ വിദ്മഹേ അരുന്ധതി ദേവി സമീപായ ധീമഹി തന്നോ വസിഷ്ഠ പ്രചോദയാത്. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഗുരുജി നിങ്ങളെല്ലാവരോടും സൂചിപ്പിച്ച് കഴിഞ്ഞു ഈ യജ്ഞത്തിൻ്റെ പ്രത്യേകതകളും എങ്ങനെ ഇത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും. അതിന് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണത്. നമ്മളിവിടെ ഈ യാഗശാലയിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് പൂർണ്ണമായി അർപ്പിക്കുക. നമ്മൾ എന്തൊക്കെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുക. ഗുരുവിൽ കൂടി ആ ഒരു ഗുരുവന്ദനത്തിൽ കൂടിയും ഭഗവത് പാദങ്ങളിൽ നമ്മളുടെ എല്ലാം ഈ ജീവിതം തന്നെ അർപ്പിക്കുന്നതിലുമാണ് നമ്മൾക്ക് സന്തോഷവും സുഖവും സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതെല്ലാവരും മനസ്സിലാക്കി എല്ലാവരും ഈ യജ്ഞത്തിൽ മനസ്സറിഞ്ഞ് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. सहस्रारगुंबल स्वाहा ओम 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 सहस्रारगुंबल स्वाहा सहस्रारगुंबल स्वाहा ओम 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 त्र्यंबकं यजामहे सुगंधिं पुष्टिवर्धनम्
ഉർവാരുഹമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ എത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കടുത്ത മഹാശത്രുദോഷത്തിനായിട്ട് മൃത്യുഞ്ജയം ചൊല്ലുകയാണ്. അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അതിന് കൈ ഉയർത്തി അത് കാണിച്ചിരിക്കണം. കേസുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും നിയമപരമായിട്ട് നേരിടേണ്ടതായ വിഷയങ്ങളുണ്ടെങ്കിൽ വസ്തു ആയിക്കോട്ടെ എന്ത് വിഷയമായിക്കോട്ടെ അതുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർനിക്ഷയമാമൃതാത് സ്വാഹാ. അങ്ങനെ ഏതെങ്കിലും തടസ്സങ്ങളും മറ്റുമുള്ള കുട്ടികളോ അല്ലെങ്കിൽ ആ തൊഴിലന്വേഷിക്കുന്നവരോ അത് എത്ര പ്രയത്നിച്ചിട്ടും അത് തൊഴിലൊന്നും കിട്ടാതെ പോകുന്നതിൻ്റെയും അല്ലെങ്കിൽ വ്യാപാരത്തിൻ്റെ ആണെങ്കിലും ഏതു തരത്തിലുള്ള വിഷയാദികൾ കർമ്മവുമായി ബന്ധപ്പെട്ട് അതൊന്നും ആ ഗുളികൻ്റെ ദുരിദോഷങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു പോയി ഞങ്ങളെ ആ ഭാഗ്യ പടവുകൾ ചവിട്ടിക്കയറുവാൻ അഹോരമൂർത്തിയായ മഹാദേവൻ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് നേരെ വന്നിരിക്കണം. ഇരുന്ന് ആ പ്രാർത്ഥനയിൽ പൂർണ്ണത ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓം ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തനിരൂപചടചട പ്രചട പ്രചട ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര 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 സ്വാഹ